ഹായ് മക്കളെ, ഏക്കെയാണോ? നോക്കട്ടെ, സ്കൂളിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്ക് ഉറപ്പാണ് 8ാം ക്ലാസ്സിൽ ഫിസിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ് മെഷർമെൻറ്റ്സ് നല്ല രസമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? സോ അതിലൊരു പ്രധാനപ്പെട്ട കണ്ടന്റാണ് ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശവർഷം. നിങ്ങൾ ഒരുപാട് ചിന്തിക്കാനുള്ളൊരു ടോപ്പിക്കാണത്. പക്ഷെ അവർക്ക് വളരെ കുഞ്ഞു കാര്യം നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നമ്മുടെ രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ഒരുപാട് ദൂരെ അകലെയാണ്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം സൂര്യനെ കാണുന്നുണ്ട്. സൂര്യനെ പോലെ ഒരുപാട് സ്റ്റാർസിനെ വേറെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ദൂരെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമുണ്ട് നമ്മുടെ പിന്നെ ആകാശത്ത്. ആരാന്നറിയാവോ? നമ്മൾ അവനെ സിറിയസ് എന്നാണ് വിളിക്കുക. സിറിയസ് ഒക്കെ കുറേ പ്രകാശവർഷം അകലെയാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ് സിറിയസ് ഒക്കെ ഉള്ളത്. നമുക്ക് വേണേ പറയാൻ പറ്റും സിറിയസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സിറിയസ് അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സിറിയസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. രസമുള്ള കാര്യമാണ്. ഞാനൊരു ചെറിയ കാര്യം പറയാം. നമ്മളിപ്പം സൂര്യനെ കാണുന്നില്ലേ? നമ്മളിപ്പോൾ കാണുന്ന സൂര്യൻ ശരിക്കും ഇപ്പോൾ ഉള്ള സൂര്യൻ അല്ലടാ. പിന്നെ അത് 8 മിനിറ്റും 20 സെക്കൻഡും മുമ്പിലുള്ള സൂര്യനാ. അതെന്താ അങ്ങനെ? അത് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ ഭൂമിയാണ്. ഇതാരാണ്? ഇത് നമ്മുടെ സൂര്യനാണ്, ഇത് നമ്മുടെ ഭൂമിയാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രയും വരും. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് AU അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ്. എന്താ വിളിക്കുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നിങ്ങൾ പഠിച്ചു അല്ലേ? ഇത് എത്രയാണ് എക്സാമിന് ചോദിക്കൂ കേട്ടോ. അത് പഠിച്ചു വെക്കണം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 15 crore കിലോമീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കണേ, സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അതിൽ ഒരു ചെറിയ അളവ് എങ്ങോട്ടേക്ക് വരും? ഭൂമിയിലേക്കും വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തിച്ചേരാൻ 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കും. അറിയാവോ നിങ്ങൾക്ക്? 8 മിനിറ്റും 20 സെക്കൻഡും എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇത് 500 സെക്കൻഡാണ്. 500 സെക്കൻഡ് എടുക്കും. അതെങ്ങനെയാണ് 500 കിട്ടിയേ? നമുക്കറിയാം. 8 മിനിറ്റിന് സെക്കൻഡ് ആക്കുന്നത് 8 × 60 അല്ലേ? 6 8 48 480 സെക്കൻഡ് പ്ലസ് എത്ര കിട്ടും? 20 സെക്കൻഡ് എത്ര കിട്ടും? നമുക്ക് മൊത്തം 500 സെക്കൻഡ് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കി, എന്ത് മനസ്സിലാക്കി? സൂര്യപ്രകാശം സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ എത്ര സമയം എടുക്കുന്നു? 500 സെക്കൻഡ്. അതായത് 8 മിനിറ്റും 20 സെക്കൻഡും. അപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മൾ ഇപ്പം സൂര്യനെ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ കാണുന്നത് 8 മിനിറ്റും 20 സെക്കൻഡും മുമ്പ് വന്ന സൂര്യപ്രകാശത്തെയാണ്. അതായത് ഇപ്പോഴുള്ള സൂര്യൻ അല്ല. നോക്കൂ, ഇപ്പം സൂര്യൻ അവിടുന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിണ്ടാവും. കിട്ടിയോടാ? ഇനി ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു സൂര്യനെ പോലെ ഒരുപാട് നക്ഷത്രം നമ്മുടെ ആകാശത്തിലുണ്ട് അല്ലേ? സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത നക്ഷത്രമാണ് എന്ത്? പ്രോക്സിമ സെഞ്ചുറി. കേട്ടിട്ടുണ്ടോ? സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റാർ ആരാണ്? പ്രോക്സിമ സെഞ്ചുറി ആരാണ്? അത് ഏകദേശം 4 പ്രകാശവർഷം അകലെയാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഒറ്റ കാര്യം മനസ്സിലാക്കി വെച്ചോ. ഇപ്പം നമ്മൾ കാണുന്നു പ്രോക്സിമ സെഞ്ചുറി എന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും നമ്മൾ ആ കാണുന്ന പ്രോക്സിമ സെഞ്ചുറി 4 വർഷം മുമ്പുള്ള പ്രോക്സിമ സെഞ്ചുറി. കാരണം അവിടെ നിന്നും വരുന്ന ലൈറ്റ് നമ്മുടെ ഭൂമിയിലെത്താൻ 4 വർഷം എടുക്കും. അത് കഴിഞ്ഞ് വേറെ ഇഷ്ടം പോലെ സ്റ്റാർസ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ. നമ്മൾ ആകാശത്ത് ഒരു സ്റ്റാറിനെ കാണുന്നുണ്ടെങ്കിൽ ആ സ്റ്റാറുകളൊന്നും ഇപ്പോൾ ഉള്ള സ്റ്റാർസ് അല്ല, കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ള സ്റ്റാർസാ. ഇപ്പം നമ്മൾ കാണുന്ന പല നക്ഷത്രങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം അവയൊക്കെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ആ പൊട്ടിത്തെറിച്ച പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ കുറേ വർഷങ്ങളെടുക്കും. അപ്പോഴാണ് നമ്മളറിയുക അവിടെ ആ നക്ഷത്രം പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ എന്ന്. കൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ? അപ്പം ഇനി ഞാൻ എന്തിലേക്ക് വരാം? എന്താണ് പ്രകാശവർഷം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാം. ശ്രദ്ധിക്കണേ, സൂര്യപ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം സൂര്യപ്രകാശ വേഗത എത്രയാണെന്ന്. സൂര്യപ്രകാശ വേഗത ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അറിയാമോ നിങ്ങൾക്ക്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ 1 സെക്കൻഡ് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്.
മനസ്സിലാക്കി വെക്കണം. നമുക്കൊന്ന് വിശദീകരിക്കാം. എങ്ങനെ? 3 × 10⁸ എന്ന് പറഞ്ഞാൽ 3ഉം 8 സീറോസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇടണം 4 5 6 7 8 സീറോസ്, ഇത്രയും മീറ്റർ. നമുക്ക് എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1 2 3 4 5 6 7 8 9 സ്ഥാനമാകുമ്പം വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, പിന്നെ തൗസൻഡ്സ്, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ, 10 ക്രോർ. അതായത് 30 കോടി മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശ വേഗത. ഈ മീറ്ററിൽ പറയുമ്പോൾ പല കുട്ടിയും ഒരു ഇതുണ്ടല്ലേ, 30 കോടി, എന്ത് 30 കോടി മീറ്റർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്ററിലേക്ക് ആക്കാം. എങ്ങനെ കിലോമീറ്ററിലേക്ക് ആക്കുക? എടാ, ഈ 30 കോടിയെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്തിലേക്ക് കിട്ടും? മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയാം. അപ്പോൾ 3 സീറോസ് കട്ടാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാവോ? ഇത് 3 ലക്ഷമാണ്. 3 ലാക്ക് കിലോമീറ്റർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ചിന്തിക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ഒരു സെക്കൻഡിൽ സൂര്യപ്രകാശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിന്തിക്കണേ. ഒരു സെക്കൻഡ്, ഈ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. കാരണം ഇമാജിൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഞാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ ഭൂമിയില്ലേ, ഇതാ വലിയ ഭൂമി കണ്ടോ നിങ്ങൾ? വളരെ വലുത് നമ്മുടെ ഭൂമി. സൂര്യപ്രകാശം ഇവിടുന്ന് തുടങ്ങിയിരുന്ന ഒരു റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്നു, ഒരു വട്ടം കറങ്ങിയേ. ഓക്കെ, സോ 1 2 3 4 5 6 7 7.5. ചിന്തിക്കണം. സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ ഭൂമിക്ക് ചുറ്റും 7.5 തവണ കറങ്ങുമെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശ വേഗത എത്ര സ്പീഡാണ് ആലോചിച്ച് നോക്ക്. ഒരു സെക്കൻഡിൽ ഭൂമിക്ക് ചുറ്റും 7.5 തവണ കറങ്ങാൻ മാത്രമുള്ള വേഗത ആർക്കുണ്ട്? നമ്മുടെ സൂര്യപ്രകാശത്തിന് ഉണ്ടടാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ ആണെങ്കിലും ഒരു സെക്കൻഡിൽ ഏറിപ്പോയ 1 കിലോമീറ്റർ പോയാലായി അല്ലേ? ശരിയല്ലേ? സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ ഭൂമിക്ക് ചുറ്റും 7.5 തവണ, അതായത് 3 ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ആർക്ക് സാധിക്കും? നമ്മുടെ സൂര്യപ്രകാശം സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു സെക്കൻഡിൽ എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ ആണ് എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഞാൻ എഴുതിത്തരാം, ശ്രദ്ധിക്കണേ. നമ്മൾ ഒരു ലൈറ്റ് ഇയറിൽ പ്രകാശവർഷം എത്ര പോകും നോക്കാൻ പോവാണ്. പ്രകാശം എത്ര പോകാൻ നോക്കാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ. 1 LV എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശവർഷം ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ആണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ, അതായത് ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. നമുക്കത് ഇങ്ങനെ ക്ലിയർ ചെയ്യാം. ശ്രദ്ധിക്കണേ. ഒരു സെക്കൻഡിൽ എത്ര പോകുടാ? ഒരു സെക്കൻഡിൽ 3 × 10⁸ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റിലോ? ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 × 10⁸ 60 കൊണ്ട് ഗുണിച്ചാൽ പോരെ? പറ നിങ്ങൾ. ഒരു സെക്കൻഡിൽ 3 × 10⁸ ആണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പോവും? × 60. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂർ എത്ര പോവും? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? ഒരു 60 കൊണ്ട് ഗുണിക്കണം. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ എത്ര പോവും? അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 24 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 24 മണിക്കൂറാണെന്ത്? 1 ഡേ. അത് നമുക്ക് 1 ഡേ എന്ന് എഴുതിയാലും മതി. ഒരു ദിവസം എത്ര പോകുന്നു? ഇത്രയും 3 × 10⁸ × 60 × 60 × 24 ആകുമ്പം ഒരു ദിവസം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമായിട്ട് മാറി കേട്ടോ. ഇനി ശ്രദ്ധിക്കണേ. അങ്ങനെയെങ്കിൽ ഒരു വർഷമോ? അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര ദിവസമാണ് ഒരു വർഷം? 365.25 ദിവസമാണ് അല്ലേ? ശരിയല്ലേ? 365 ദിവസം അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു സെക്കൻഡിൽ. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആയതുകൊണ്ട് 60 കൊണ്ട് ഗുണിക്കണം. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 കൊണ്ട് ഗുണിക്കണം. 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ആയതുകൊണ്ട് നമ്മൾ 24 കൊണ്ട് ഗുണിക്കണം. 1 ഇയർ എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് ചെയ്തു നോക്കി. സോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
എനിക്ക് കമൻറ്റ് അയച്ചു തരണം. നിങ്ങളുടെ കമൻറ്റ് കണ്ട് ഞാൻ എന്ത് ചെയ്യും, ശരി ഉത്തരം കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കും. ഞാൻ നാളത്തേക്ക് പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഈ ഉത്തരം ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരവും ശരിക്കുള്ള ആൻസറും ശരിയാണോ നമുക്ക് തട്ടിച്ച് നോക്കാൻ പറ്റുമല്ലോ, ശരിയല്ലേ? സോ അങ്ങനെ ചെയ്ത് നോക്കുക. സോ നമ്മൾ എന്താ പഠിച്ചത്, എന്താണ് പ്രകാശവർഷം എന്ന് പഠിച്ചു. ഇത് എന്താണ് സാധനം, എന്താണ് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 year ആണ്. ഇനി അതേപോലെ മറ്റൊരാളുടെ പേരാണ് എന്ത്, പാർസെക്കൻഡ്. കേട്ടിട്ടുണ്ട് നിങ്ങൾ പാർസെക്കൻഡ്? സോ പാർസെക്കൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഒരു സ്റ്റാറാണ്, ഇത് മറ്റൊരു സ്റ്റാറാണ്. സോ സ്റ്റാറുകൾ തമ്മിലുള്ള അകലം അളക്കാൻ നമ്മൾ ആരും ഉപയോഗിക്കാറുണ്ട്, ലൈറ്റിന് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഒരുപാട് സ്റ്റാറുകളുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഗാലക്സികൾ എന്ന് പറയും. എന്താ പറയുക, ഗാലക്സികൾ. സോ ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്, പാർ സെക്കൻഡ്. ഒരു പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കണം. എന്തൊക്കെ പഠിക്കണം, ഒന്ന് പഠിക്കേണ്ടത് 1 AU എത്ര എന്ന് പഠിക്കണം, അത് 15 കോടി കിലോമീറ്റർ ആണ്. 1 ലൈറ്റ് ഇയർ എത്ര, നമ്മളിപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളത് കണ്ടെടുത്ത് വരണം. ഇനി എന്താണ് 1 പാർ സെക്കൻഡ് എന്നാന്ന് കൂടി പഠിച്ചു വെക്കണം, 3.26 ലൈറ്റ് ഇയർ ആണ്. ഇത്രയും കാര്യം പഠിച്ചേക്കണം. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമാണ് 1 അസ്ട്രോണമിക് യൂണിറ്റ്, 15 കോടി കിലോമീറ്റർ. എന്താണ് ലൈറ്റ് ഇയർ, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ഇൻ 1 year, പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരം. എന്താണ് പാർ സെക്കൻഡ്, ദ യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗാലക്സികൾ, അതായത് ഗാലക്സികൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്, പാർ സെക്കൻഡ്. അത് 3.26 ലൈറ്റ് ഇയർ ആണ് ഒരു പാർ സെക്കൻഡ് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ ഈ ചാപ്റ്ററിലെ വലിയ ഒരു ടോപ്പിക്കിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് മക്കളെ. ഇത് ഭയങ്കര വലിയ ടോപ്പിക്കാണ്. നമ്മുടെ ഈ ഗാലക്സിയെ പറ്റി പഠിക്കാൻ ഭയങ്കര രസമുള്ള കാര്യമാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ ക്ലാസ് റൂം സെക്ഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീപ്പായി നമ്മൾ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കയറി വരണം കേട്ടോ. അടിപൊളി പഠിക്കണ്ടേ നമുക്ക്. സോ മക്കളെ, ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ കാണാം. ടാറ്റ.